ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏറ്റവും ബ്രദേഴ്സ് ഹോം. അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ഇൻ മൈ അലമാര. അപ്പം ഇന്ന് എൻ്റെ അലമാര ഇതിൻ്റെ അകത്തുള്ള നിധി ശേഖരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ ഈ വാട്ട് ഈസ് ഇൻ അലമാര, വാട്ട് ഈസ് ഇൻ മൈ ബാഗ്, ആ ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ ആ ട്രെൻഡ് കണ്ടുകൊണ്ടിരുന്നപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്താണേലും നിങ്ങളൊക്കെ മറന്നുപോയ ഒരു ട്രെൻഡ് വീണ്ടും കൊണ്ടുവന്നേക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിങ്ങനത്തെ വാട്ട് ഈസ് ഇൻ മൈ അലമാര അത് ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ട് എൻ്റെ അലമാര എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം അവരൊക്കെ ലക്ഷങ്ങളുടെ വാച്ചും ഒരുപാട് ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷനും ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളത്. എനിക്കെന്ന് പറഞ്ഞാൽ 4-5 പഴംതുണിയും കുറച്ച് അതും ഇതൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഈ പിരിക് എഴുതാത്ത ലുക്ക് അങ്ങനെയുണ്ട്, എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ കുഴപ്പമില്ലാന്ന് പിന്നെയും തോന്നി. എനിക്കെന്നാ അറിയത്തില്ല, പിരിക് എഴുതാത്ത എന്നെ കാണുമ്പോൾ ഡ്രസ്സില്ലാത്ത കോഴീനെ പോലെ തോന്നും. അപ്പം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വിശ്വപ്രസിദ്ധമായ അലമാരി. അതൊന്നും നോക്കണ്ട, ഇതെൻ്റെ അപ്പൂസിൻ്റെ ഫോട്ടോയാണ്. ഇതവന് 1 വയസ്സാകുന്നതിന് മുമ്പ് എടുത്തതാണ് കേട്ടോ. ഇതവൻ്റെ ആദ്യമായിട്ട് നമ്മൾ തല മൊട്ടയടിച്ചപ്പോൾ അവൻ്റെ രൂപം മൊട്ടയടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ഫോട്ടോ. അത് നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണ് പോയി മൊട്ടയടിച്ചത്. പിന്നെ ഈ സെല്ലോ ടേപ്പ് ഇതിന് മാത്രം വെച്ചേക്കുന്നത് നിങ്ങൾക്ക് തോന്നും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലത് ഒട്ടിയിരിക്കുന്നില്ലായിരുന്നു കേട്ടോ. അവന് എൻ്റെ കയ്യിൽ അന്നേരം പശ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതേ ഈ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബിക്കുട്ടനെ മേടിച്ചിട്ടൊരു പാവ ഉണ്ടായിരുന്നു, ഒരു ടെഡി ബിയർ ഉണ്ടായിരുന്നു. അതിൻ്റെ വയറ്റത്തിരുന്നാണ് ആ പാവ പോയി. പിന്നെ അത് ഈ സാധനം ഞാൻ പറിച്ചെടുത്തിട്ട് ഞാൻ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊട്ടാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ തോർത്ത സാരമില്ല, എൻ്റെ പൊട്ടാണ്. പിന്നെ BTS ജിമ്മിൻ, ഞാൻ BTS ജിമ്മിൻ്റെ ഭയങ്കര ഒരു പെരുത്ത് ഫാനാണ്. ഇത് നിറച്ച് പിന്നെ ജിമ്മിൻ്റെ ഉണ്ടായിരുന്നുണ്ട്. ഈ പിള്ളേരത് സ്കൂളിൽ എടുത്തോണ്ട് പോകും അവരുടെ ബോക്സിൽ ഒട്ടിക്കാനായിട്ട്. പിന്നെ ഈ കാണുന്നതാണ് ഞാൻ. പിന്നെ ഇത് ഈ കണ്ണാടി കൂടെ കാണുന്ന ഈ വൈറ്റ് സ്പോട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, എൻ്റെ കണ്ണാടിയിൽ അങ്ങനെയുണ്ട്. അപ്പം പിന്നെ അതിൻ്റെ മണ്ടയിലാണെങ്കിൽ ഞങ്ങളുടെ ചില ആക്രി സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ നമുക്കിത് തുറന്നു നോക്കാം. അപ്പം ദേ ഇതാണ് എൻ്റെ അലമാരയുടെ മൊത്തത്തിലുള്ള ഒരു കോലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ. ഇത് ഞാനിതൊന്നും വെക്കട്ടെ. അപ്പം ഞാൻ ഈ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഇതാണ് എൻ്റെ അലമാര. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടയുണ്ട്. അയ്യോ താഴെപ്പോയി. കുടയുണ്ട്, എല്ലാം പോവാണല്ലോ. പിന്നെ ഇതേ നമ്മുടെ ബർത്ത്ഡേക്ക് കേക്ക് മേടിച്ചതിൻ്റെ ആണ് കേട്ടോ. ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന എൻ്റെ ഫാബ്രിക് പെയിൻറ്റ് തീർന്നു പോയി, അതുകൊണ്ടാണ്. ഇനി അത് മേടിച്ചിട്ട് വേണം എനിക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഉള്ളത് ഇതേ ഒരു ഇത് നിറച്ച് സ്ട്രോയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റേ ആ കാർബൺ ബലൂണില്ലേ, കാർബൺ ബലൂണല്ല, ഈ ഇങ്ങനെ പിടിക്കുന്ന ഇങ്ങനെ ലൈറ്റ് കത്തുന്ന ബലൂണ്. ആ ബലൂണിൽ വെക്കുന്ന ഇത് കൂട്ടായിരുന്നു, സ്ട്രോ ആയിരുന്നു. അത് ഞാനിങ്ങനെ ക്യൂബ്സായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും എന്തെങ്കിലും ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ എല്ലാം സൂക്ഷിച്ച് വെക്കും, പക്ഷേ ഒന്നും ചെയ്യത്തില്ല, അതാണ്. ഇപ്പം തട്ടി വേണേ. പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ നോക്കട്ടെ കേട്ടോ. ഇതിലുള്ളത് ഇതാ മാല ബൾബാണ്. നമ്മുടെ ക്രിസ്മസിന് ട്രീയിൽ പുൽക്കോടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള മാല ബൾബാണ്. കഴിഞ്ഞ വർഷത്തെയാണ്. ഈ വർഷം പിന്നെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഇതിലും അതെ കേട്ടോ, നമ്മുടെ ട്യൂബ് ഇത് ഇങ്ങനത്തെ 2-3 ഉണ്ട്. ഇതൊക്കെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഈ വർഷം എന്നാണേലും ഇതെല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഇത് പോവാന്നറിയത്തില്ല നമ്മൾ യൂസ് ചെയ്യാതിരുന്നാലേ. പിന്നെ പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ എൻ്റെ കുറച്ച് ആക്രി സാധനങ്ങളേ ഉള്ളൂ. ചുമ്മാ പേപ്പേഴ്സാണ്. പിന്നെ ഇതിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ട്രിമ്മറുണ്ട് കേട്ടോ. ഇവന്മാരുടെ മുടി നമുക്ക് എപ്പോഴും കടയിലൊന്നും പോയി വെട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അപ്പോൾ അതെ ഒരു ട്രിമ്മർ മേടിച്ച് വെച്ചിട്ടുണ്ട്.
അപ്പം അത് വെച്ചിട്ടാണ് അമ്മമാരുടെ മുടിയൊക്കെ ഷേപ്പ് ചെയ്ത് വിടുന്നത് ഇപ്പം. പിന്നെയുള്ളത് ഒരു ഐസ്ക്രീമിൻ്റെ ബോട്ടിലാണ്. ഇത് എല്ലാ വീട്ടിലും ഞങ്ങൾക്ക് അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ ഇട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് പൈസ ATM അതൊക്കെ ഇട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെയുള്ളത് ഈ ഒരു സെക്ഷനിലാണ്. ഇവിടെ ഇതുള്ളത് എൻ്റെ കമ്മലുകളാണ്. പക്ഷെ ഇത് എന്തിൻ്റെ ബോക്സാണെന്നറിയോ? വിം സോപ്പിൻ്റെ ബോക്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്യൂട്ടായിട്ട് കുഞ്ഞായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ആ വിമ്മിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് മൊത്തം എൻ്റെ കമ്മലുകളാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിലും റീലൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ആ പടം 5-6-7 കമ്മലുകളേ ഉള്ളൂ. അത് ഞാനും എൻ്റെ നാത്തൂൻ്റെ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇടും. ഓരോന്നിനും അതിൻ്റേതായ രീതിയിലുള്ള കമ്മലും മാല ഇടാനൊന്നും എൻ്റെ ഇല്ല. പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം മാലയാട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും സ്വർണ്ണമാണ്. അല്ല ഗൈസ്, നോക്ക് ഒന്നുണ്ട്. അതെ, എൻ്റെ താലിമാലയുണ്ട്. വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാനിത് ഇടാറില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് ഇതേ മുത്തുമാലകൾ, ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തം ചില്ലറ പൈസകളാണ്. ഇതെൻ്റെ കളക്ഷനാണ്. ഈ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. അത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കുമേ. ഇത് ഓരോ വർഷം, പിന്നെ ഇതിൻ്റെ പുറകിൽ ഈ മദർ തെരേസ, അതിൻ്റെയൊക്കെ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കോയിൻസ് ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കുന്നു. ഇത് നമ്മൾ ഒരിക്കലും ഞാൻ ഒരു കാര്യത്തിനും ഉപയോഗിക്കത്തില്ല കേട്ടോ. ഇത് സൂക്ഷിച്ച് വെക്കണേ. പിന്നെ ഇച്ചിരി കഴിയുമ്പോഴത്തേനും അതൊക്കെ ഒരു എന്നാ പറയുന്നത്, ഇതൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. പിള്ളേരെ കാണിച്ചു കൊടുക്കാം. 2018 കോയിനാണ് അത്. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ഇതാണ്. ഇതിലുള്ളത് അമ്മമാരുടെ പെൻസിലുണ്ട്. പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബീട്രൂട്ട് പൗഡർ, മുൾട്ടാനി മിട്ടി പൗഡർ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ. നമുക്ക് അത്രയൊക്കെ ഉള്ളു, വേറെ ഒന്നുമില്ല. പിന്നെ എന്തുട്ടാ, കുറേ ബുക്സ്. അമ്മമാർക്ക് എക്സ്ട്രാ ബുക്സ് നമ്മളെപ്പോഴും മേടിച്ച് വയ്ക്കും. കാരണം എപ്പോഴാണ് ഓരോന്നും ടീച്ചർമാർ പറഞ്ഞു വിടുന്നതെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ കുറച്ച് നെയിം സ്ലിപ്പ്, പിന്നെ പനിനീര്, ഇതിൻ്റെ അകത്ത് എന്തുട്ടാ, പിന്നെ എൻ്റെ ബാലൻസ് കുപ്പിവളയാണ്. അപ്പോൾ അന്ന് മേടിച്ച എൻ്റെ ബാലൻസ് കുപ്പിവള ഇരിക്കുന്നുണ്ട്. ഇത് ഇനി ഇതിനകത്ത് കുറച്ച് എണ്ണയാണ് കേട്ടോ. അത് മറ്റേ എന്തോ മുഖത്ത് പൊരിഞ്ച് വന്നപ്പം ഇത് വന്നപ്പോൾ ഏതാണ്ട് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കണം, ഞാൻ മറന്നുപോയി. പിന്നെ ഉള്ളത് യൂണിക്കോൺ. ഇതിനകത്ത് ഫാൻ ഉണ്ടായിരുന്നു, ഫാൻ കാണുവാനില്ല ഗൈസ്. പിന്നെ എൻ്റെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഇടിയപ്പ പാത്രത്തിൻ്റെ ഇതാണ്. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. പിന്നെ ഇത് അബിക്കുട്ടന് ലേസർ ഉണ്ടായിരുന്നു, അതിൻ്റെ ആ സാധനം ലേസർ പോയി. പിന്നെ ഇത് കളറ് പോയി. എൻ്റെ അമ്മയുടെ മാലയാണ്. ലാസ്റ്റ് ഞാൻ പോയപ്പം ആശുപത്രി കിടന്നപ്പം ഡയാലിസിസിന് മുമ്പ് അമ്മയുടെ കഴുത്തിൽ നിന്ന് ഊരി മേടിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ഇട്ട് നടക്കത്തൊന്നില്ല, സൂക്ഷിച്ച് വയ്ക്കും. എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ്. പിന്നെ ഇത് അബിക്കുട്ടനെ അമ്പലത്തിൽ വെച്ചിട്ട് കെട്ടിക്കൊടുത്ത ഒരു ചരടാണ്. അവനെന്തോ പേടി ഏതാണ്ട് വന്നപ്പോൾ പോയി പൂജിച്ചിട്ട് കെട്ടിക്കൊടുത്താണ്. അത് കളയാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ബുക്സാണ്. പിന്നെ ഇത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ചോറ് കൊണ്ടുപോകണമെന്ന് പറയുമ്പം പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെയുള്ളത് ഈ സൈഡാണ്. ഇവിടെയാണ് ഇത് മറ്റേ നമ്മുടെ ഹരിതകർമ്മസേന വരുമ്പോൾ ഉള്ളത്. പിന്നെ കത്രിക കാണത്തില്ല അല്ലേ, സോറി. അതെ, ഇത് ചീപ്പ്, കത്രിക. പിന്നെ എൻ്റെ റേഷൻ കാർഡ് ഞാൻ കാണിക്കത്തില്ല, എൻ്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ ലിപ് ലൈനർ. പിന്നെ ഇതിൻ്റെ അകത്തൂടെ എന്താണ് ബ്ലേഡോ ഏതാണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ മൊത്തം അവന്മാരുടെയാണ് കേട്ടോ. ഈ സൈഡ് മൊത്തം അവന്മാരുടെ ജീൻസ്, ഈ സൈഡ് മൊത്തം അവന്മാരുടെ ഷർട്ടുകൾ. ഇതൊന്നും നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പുറത്ത് പോകുന്നില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ഡെയിലി ബുധനാഴ്ചമാർക്ക് കളർ ഡ്രസ്സാണ്, അപ്പോൾ ഡെയിലി സ്കൂളിൽ പോകാൻ ഉപയോഗിക്കും. പിന്നെ ഈ ഒരു സൈഡ് ചേട്ടായിയുടെ ഷർട്ടും ഉണ്ട്. പിന്നെ എൻ്റെ 2-4-5 ചുരിദാറുകൾ. ഇത് എൻ്റെ ചേട്ടായിയുടെ സെക്ഷനാണ്. പിന്നെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സുകളുടെ കളക്ഷനാണ് കേട്ടോ. പിന്നെ
ബെഡ്ഷീറ്റ്, ബെഡ് കവറ്, പിന്നെ ഇത് കുറേ ഷാള്, അങ്ങനെ പിന്നെ സ്വെറ്റർ, അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ലാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ അലമാരിയിലുള്ളത്. ഇപ്പം ചിലരൊക്കെ അലമാര വാട്ടി സിനിമയിലെ അലമാരയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഈ പണക്കാരുടെ വലിയ വലിയ സാധനങ്ങൾ ഇരിക്കുന്നവരുടെ മാത്രം കണ്ടപ്പോഴല്ലോ ഇതുപോലെ ഒന്നും ഇല്ലാത്തവരുടെ കാണണം. പിന്നെ ഉള്ളത് ഈ കുഞ്ഞിക്കള്ളിയാണ്. ഈ കുഞ്ഞിക്കള്ളിക്കകത്തുള്ളത് ഒരു ഒരു ബുദ്ധൻ്റെ തലയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിച്ചട്ടിയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ട് ഞാൻ ഇവന്മാരുടെ പേന മനസ്സിലാക്കിയിട്ട് വയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. പക്ഷെ അവന്മാരത് ഇടുന്നില്ല. ഇത് അവന്മാരുടെ മിഠായി മേടിക്കാൻ കൊടുക്കുന്ന പൈസകൾ ഇട്ട് ഒരു ഇതാണ്. പിന്നെ ഉള്ളത് ഈ വീണ്ടും ഒരു വിമ്മിൻ്റെ ഇത്. അതിനകത്തുള്ളത് എന്ന് പറഞ്ഞാൽ ലോഷനാണ്. എൻ്റെ ദേഹത്ത് ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കും. പോർക്ക് തിന്നാലോ എന്നാ പറയുന്നത് പൊടിയുടെയാണെന്ന് തോന്നുന്നു. എനിക്ക് അന്നേരം മറ്റേ കലാമിൻ ലോഷൻ അതാണിത്. പിന്നെ ഉള്ളത് എന്തോട്ടാ അപ്പൂസിൻ്റെ ഒരു കീ ചെയിൻ ഉണ്ട്. പിന്നെ ഇവന്മാരുടെ 2 പേരുടെ ഇടിവള. ഇതൊന്നും ഇടാറൊന്നുമില്ല, സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകത്തില്ല, അതേ ഉള്ളൂ. പിന്നെ ഇതേ അബിക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ഗിഫ്റ്റ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. അതെങ്ങനെ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ ലൈറ്റ് കത്തുന്നുണ്ടോ, വളരെ ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ അതാണ്. പിന്നെ ഉള്ളത് എന്തുവാ, പിന്നെ ഇവിടെ ലൈറ്റ് അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അതൊരു മരുന്നാണ് ഇരിക്കുന്നത്. പിന്നെ ഏറ്റവും വിലപ്പെട്ട ഒരു സാധനം വീണ്ടും ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് മേടിച്ചതാണ്. ഷുഗർ നോക്കുന്ന മെഷീൻ. അതൊന്നും അധികം ഉപയോഗിക്കേണ്ട വന്നില്ല. അതിന് മുമ്പ് ഒക്കെ സെറ്റായിപ്പോയി. ഓക്കെ. പിന്നെയുള്ളത് ഇങ്ങനൊരു ടിന്നാണ്. എൻ്റെ അലമാരി മൊത്തം ആക്രിക്കടയാണ്. മൊത്തം ടിന്നുകളേ ഉള്ളൂ. ഇതിനകത്തും കുറേ ആക്രി സാധനങ്ങളാണ്. ഇത് മറ്റേ സാൻഡ് പേപ്പർ, പിന്നെ ഇത് നമ്മുടെ തയ്യൽ സൂചി. അതൊരു ഒരെണ്ണമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല. ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും, ഞാൻ മറന്നു. അപ്പോൾ അത് ഇങ്ങനെ ഒരു പാക്കറ്റ് തന്നെ മേടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 10-15 ഉണ്ട്. പിന്നെ നമ്മുടെ അലമാരിയുടെ താക്കോല്, കേബിൾസ്, പിന്നെ അവന്മാരുടെ ചെസ്സിൻ്റെ കരുക്കൾ, അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഉള്ളത് ഇനിയൊന്നുമില്ല. ഒരു ബോക്സ് കൂടെ ഉണ്ട്. ഇതേ ഇതിനകത്ത് ഇതുപോലെ തന്നെ അവന്മാരുടെ 2-3 സ്കെച്ചും എഴുതി ഇത്രേ ഉള്ളൂ. പിന്നെ അത് മറ്റേ ഇത് കൂട്ട നൂല്, തയ്ക്കണ നൂല്. അപ്പം ഇത്രേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും എൻ്റെ ഈ അലമാരിക്കകത്തില്ല. ഇത് ശേഖരങ്ങളൊന്നുമില്ല. അപ്പം മറ്റുള്ളവരുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാലാണ് മറ്റുള്ളവരുടെ കണ്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് എൻ്റെ അതിനകത്ത് ഒരുപാട് ഇട്ടതൊന്നും പ്രതീക്ഷിക്കില്ല. ഒന്നുമില്ല, ഇത്ര ഉള്ളൂ. ഇത് കൂടുതൽ ഒന്നുമില്ല. അപ്പം ഇതാണ് എൻ്റെ വാട്ടിസിന്മ അലമാര. ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും എൻ്റെ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റോ നിറച്ച് എൻ്റെ ചുരിദാറുകൾ, താഴെ മൊത്തം ചേട്ടായിക്കുള്ള ഷർട്ടും പാൻറ്റും ജീൻസ് മുണ്ടുകൾ, അങ്ങനെ. പിന്നെ ഈ ഒരു കബോർഡ് മൊത്തം എൻ്റെ ഓർണമെൻറ്റ്സ്, എനിക്ക് ഇഷ്ടത്തിനുള്ള കമ്മൽ, മാല, വള, പിന്നെ ഇത് നിറച്ച് എൻ്റെ മേക്കപ്പ് പ്രൊഡക്റ്റുകൾ, അങ്ങനെയൊക്കെ ഞാനൊരു അലമാരി സ്വപ്നം കാണുന്നുണ്ട്. എന്ത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വേണമെങ്കിൽ നമുക്ക് ശ്രമിച്ചാൽ വാങ്ങാം. പക്ഷേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാൻ നമ്മൾ എന്നും സാക്രിഫൈസ് ചെയ്യുന്ന നമ്മുടെ അച്ഛനമ്മമാരാണല്ലേ. അപ്പോൾ എന്നെങ്കിലും എൻ്റെ ആഗ്രഹങ്ങളുടെ പട്ടികയിൽ ഇതും നടക്കുമായിരിക്കും. എനിക്ക് ആപ്പയുടെ 4-5 ഡ്രസ്സുള്ളൂ. അത് കൊള്ളുന്നു. എനിക്ക് എന്തിനാ അഹങ്കാരം പറഞ്ഞു 4-5 ഡ്രസ്സുള്ളൂ പറഞ്ഞെനിക്ക് മേടിച്ച് തരില്ല എന്നിട്ടല്ല കേട്ടോ. പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാ ഓണത്തിനും ക്രിസ്മസിനും അല്ലെങ്കിൽ ഇടയ്ക്ക് എനിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോഴൊക്കെ ഡ്രസ്സ് മേടിച്ചു തരും. പക്ഷേ എന്ത് ചെയ്താൽ ചേട്ടായിക്കുള്ള ഡ്രസ്സ് മേടിക്കത്തില്ല. വീട്ടിലുള്ള എല്ലാവർക്കും മേടിച്ചു തരാം. ചേട്ടായി പറയും വേണ്ട എനിക്ക് പിന്നെ മതി. ചേട്ടായിക്ക് പറഞ്ഞാൽ 3-4 അത് തന്നെ ഈ 2 വർഷമായിട്ട് അത് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ചേട്ടായിയുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് മേടിച്ചു തരുന്നത്. അപ്പം നമ്മളിങ്ങനെ എങ്ങനെയാണ്
തന്നെയല്ല എനിക്ക് അതിന് മാത്രം ആവശ്യം. എനിക്കിപ്പം എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും ആ ഒരു ഡ്രസ്സ് അതിന് ചേർന്ന കമ്മൽ മാല വള എന്ന് പറഞ്ഞ സ്റ്റൈൽ കാണിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയാലും ആ ഡ്രസ്സാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. ഇപ്പോൾ വീഡിയോസിലാണെങ്കിലും നിങ്ങൾക്കറിയാം. പിന്നെ എന്തിനാ മറ്റുള്ളവരുടെ ഇപ്പം ഇൻസ്റ്റയിലാണെങ്കിലും ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും ആ ഇട്ട ഡ്രസ്സുകൾ തന്നെ കമ്മലും മലയും തന്നെ ഇട്ടായിരുന്നു. പിന്നെ നമുക്കുള്ള സമയത്ത് ആവുന്ന സമയത്ത് നമ്മളതുപോലെ ചെയ്യും. അല്ലാത്തപ്പോൾ എന്തിനു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഇല്ലാത്തതുണ്ടെന്ന് വരുത്തി തീർക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിലും കേരളത്തിലുള്ള നമ്മളെല്ലാവരും വീട്ടമ്മമാരുടെ കാര്യത്തിലെല്ലാം അങ്ങനെയാണ്. പിന്നെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മക്കളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എൻ്റെ പിള്ളേരാണെങ്കിലും ശരി കേട്ടോ. ഇതിപ്പം പുതിയതായിട്ട് മേടിച്ചതെന്ന് പറഞ്ഞാൽ 2 ഷർട്ടുകൾ, ബാക്കിയൊക്കെ അവന്മാർക്ക് ഇത് മേടിച്ച ഡ്രസ്സുകളാണ്. കഴിഞ്ഞ വർഷം ഓണത്തിനൊന്നും അവന്മാർ ഡ്രസ്സ് എടുത്തേയില്ല. പിന്നെ ആ സ്കൂളിൽ എന്തോ പ്രോഗ്രാം വന്നപ്പോൾ മാത്രമാണ് ഡ്രസ്സ് എടുത്തത്. അപ്പോഴത്തേന് ചേട്ടയ്ക്ക് പണി കുറവായിരുന്നു, പൈസ കുറവായിരുന്നു. അപ്പോൾ അതെന്താ വേണ്ടാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേനും അച്ഛൻ അമ്മ എടുക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞ ചേട്ടയുടെ അവസ്ഥ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി അവർ നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് സന്തോഷം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.